നമസ്കാരം. വാർത്താസന്ധിയിലേക്ക് വിശദമായി. GST ഇളവുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. GST പരിഷ്കരണം പ്രാബല്യത്തിലാകുന്നതോടെ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വില കുറയും. GST പരിഷ്കരണം നടപ്പാക്കാൻ 8 വർഷത്തെ കാലതാമസമുണ്ടായെന്നും ഇളവുകൾ അപര്യാപ്തമെന്നും കോൺഗ്രസ് വിമർശിച്ചു. നാളെ പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ നാളെ രാജ്യത്ത് സമ്പാദ്യോത്സവത്തിനും തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി. മധ്യവർഗത്തിനും കർഷകർക്കും സ്ത്രീകൾക്കും ഇരട്ടി മധുരമാണ് GST 2.0. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी, सभी को ये बचत उत्सव का बहुत फायदा होगा. നാളെ മുതൽ 5%, 18% എന്നീ രണ്ട് നികുതി സ്ലാബുകൾ മാത്രം. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരുമെന്ന് പ്രധാനമന്ത്രി. അവശ്യ വസ്തുക്കൾക്കും TV, ബൈക്ക്, കാർ, AC എന്നിവയ്ക്കും വില കുറയും. വീട് നിർമ്മാണത്തിന് ചിലവ് കുറയും. സ്വാശ്രയ ഭാരതത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്നും ഓരോ വീടും കടയും സ്വദേശി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. പൗരന്മാർ ദൈവങ്ങൾ എന്നതാണ് പുതുമന്ത്രം. अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. नेक्स्ट जनरेशन GST रिफॉर्म में इसकी साफ झलक दिखाई देती है. हमें हर घर को स्वदेशी का प्रतीक बनाना है. मैं स्वदेशी सामान की बिक्री भी करता हूं. GST പരിഷ്കാരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി. GST നിരക്കുകളിലെ മാറ്റം നേരത്തെ ജനം അറിഞ്ഞതാണെന്നും H1B വിസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുമോ എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. 24 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദിലീപ് കുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, എന്തൊക്കെ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന? ഈ ഇളവുകൾ നാളെ മുതൽ എങ്ങനെ വിപണിയിൽ പ്രതിഫലിക്കും? ദിലീപ് കുമാർ. ഉന്മേഷ്, ഭാരതീയർക്ക് നവരാത്രി സമ്മാനം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം എത്തിയിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി മധുരമാണ് GST ഇളവ് എന്ന കാര്യം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. നാളത്തെ സൂര്യോദയം മുതൽ, നവരാത്രി ദിനത്തിലെ സൂര്യോദയം മുതൽ ഈ ഇളവുകൾ പ്രാബല്യത്തിൽ വരും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അവർ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ, കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ, വീട് നിർമ്മാണത്തിൽ, അങ്ങനെ സമസ്ത മേഖലകളിലും ഈ വിലക്കുറവ് ജനങ്ങൾക്ക് അനുഭവപ്പെടും എന്ന കാര്യവും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ്, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം ആത്മനിർഭർ ഭാരത്, സ്വാശ്രയ ഭാരതം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പ്രത്യേക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് തീരുവ പോരിലേക്കടക്കം കടക്കുന്നു. തീരുവ തിരിച്ചടിയുമായി അത്തരത്തിലുള്ള ചില പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നു. ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം? അതോടൊപ്പം ഏറ്റവും അവസാനമായി H1B വിസയുടെ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ച നടപടി, ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്നത് സ്വാശ്രയ ഭാരതം എന്നതാണ്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ, മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഒരാളുടെ പോക്കറ്റിലിരിക്കുന്ന ചീപ്പ് പോലും, അത് തലചീകുന്ന ചീപ്പ് പോലും അത് ഇന്ത്യൻ നിർമ്മിതമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പലർക്കുമുണ്ട്. അത്തരം അവസ്ഥകൾ മാറണം. സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ വീടുകളിലും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ ഇത്തരം വസ്തുക്കൾ കൂടുതലായി വാങ്ങണം എന്ന കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല എന്ന പ്രതിജ്ഞ ഓരോരുത്തരും എടുക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരത്, അതാണ് ഏറ്റവും പ്രധാനം. അതിലൂന്നിക്കൊണ്ടായിരിക്കും തുടർന്നുള്ള ഇന്ത്യയുടെ ഈ സാമ്പത്തികമായിട്ടുള്ള പല തീരുമാനങ്ങളെയും, വിദേശ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രഖ്യാപനം, GST ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും കാതലായ ഭാഗം. ഉന്മേഷ്.
ശരി, ബി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നു. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPIയും തള്ളി. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJPയും RSSുമായും CPIMന്റെ ബാന്ധവം പുറത്തുവന്നുവെന്ന UDF നേതാക്കളുടെ വിമർശനം. ആഗോള അയ്യപ്പ സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്നാണ് UDFന്റെയും BJPയുടെയും വിമർശനം. ഇത് കള്ളപ്രചാരണമാണെന്ന് സർക്കാരും CPIMും. ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം AI നിർമ്മിതമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തെന്നാണ് സർക്കാർ വാദം. രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗശേഷം പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനായി പോയതാണെന്നും മന്ത്രി. ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യമെന്ന് നേതാക്കൾ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇന്നലെ രാത്രിയാണ് സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് എത്തിച്ചത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വിവാദമായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. ഇന്നലെ രാത്രി അതീവ രഹസ്യമായാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. നിലവിൽ ദേവസ്വം സ്റ്റോർ റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. തന്ത്രിയോട് കൂടിയാലോചിച്ച് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിക്കും. ശുദ്ധികലശം ഉൾപ്പെടെ നടത്തേണ്ടതിനാൽ തന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അയ്യപ്പ ശ്രീകോവിലിന്റെ വാതിലിനും കേടുപാടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപ്പാളികളുടെ പുനഃസ്ഥാപനവും വാതിലിന്റെ അറ്റകുറ്റപ്പണികളും ഒരുമിച്ച് പൂർത്തിയാക്കി ശുദ്ധികലശം ചെയ്യാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനം. ഇന്ന് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ചില്ലെങ്കിൽ തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക. അതേസമയം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന വിവരം ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിക്കും. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. AV ജയശങ്കർ, 24 പത്തനംതിട്ട. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞു മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും, അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു മൊമെൻ്റാണ്. പുരസ്കാര ലബ്ധി സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണ് ഇത്. ജൂറിക്കും സർക്കാരിനും നന്ദി. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. എല്ലാ മീഡിയക്കാർക്കും വേണ്ടി മോഹൻലാലിന് ആശംസയുമായി രാഷ്ട്രീയ ഭരണരംഗത്തുള്ളവരും ചലച്ചിത്ര പ്രവർത്തകരും. അപ്പോൾ ലാലേട്ടന് ഈ അംഗീകാരം അർഹതപ്പെട്ടതാണ് എന്ന് ഞാനൊന്നും അത് പറയാനുള്ള ഒരു ഇതുപോലും എനിക്കില്ല. അത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ സ്വന്തമാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചതിൽ ഏതൊരു മലയാളിയെയും പോലെ, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേയറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് താനെന്ന് ഫേസ്ബുക്കിൽ മലയാളത്തിലൂടെ അമിതാഭ് ബച്ചന്റെ അഭിനന്ദനം. 24 കൊച്ചി.
വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള H-1B വിസ ഫീസ് കൂട്ടിയതിലെ ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ്. പുതിയ അപേക്ഷകർക്ക് മാത്രമേ $1,00,000 ഒറ്റത്തവണ ഫീസ് ബാധകമാകൂ. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിക്കൊണ്ടുള്ള നയത്തിൽ ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇതൊരു വാർഷിക അപേക്ഷാ ഫീസ് എന്ന പരാമർശവും നടത്തി. ഇതോടെ മൈക്രോസോഫ്റ്റും മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദേശ ജീവനക്കാർ തിരികെ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. ഇതോടെ യാത്രയ്ക്കൊരുങ്ങാനുള്ള തത്രപ്പാടിലായി പലരും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊരുങ്ങിയവരുടെ എണ്ണം കൂടിയതോടെ ടിക്കറ്റ് നിരക്കും ഉയർന്നു. മണിക്കൂറുകൾക്ക് ശേഷം നിലവിലെ H-1B വിസ ഉടമകൾക്ക് തീരുമാനം ബാധകമാവില്ലെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നാലെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ വൈറ്റിന്റെ എക്സ് പോസ്റ്റും അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പിന്റെ പ്രസ്താവനയും എത്തി. ഇപ്പോൾ H-1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനവും മടക്കവും സാധാരണ പോലെ തുടരുമെന്നും അവർ പുതിയ നിരക്ക് അടയ്ക്കേണ്ടി വരില്ലെന്നും കാരലിൻ ലെവിറ്റിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. വിസ പുതുക്കലിനും അധിക നിരക്ക് ബാധകമാവില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 88 ലക്ഷത്തിലേറെ രൂപയായി ഉയർത്തിയത്. പ്രതിവർഷം $66,000 വരെ ശമ്പളം ലഭിക്കുന്ന H-1B വിസ ആഗ്രഹിക്കുന്നവർക്കായാണ് കമ്പനികൾ $1,00,000 മുടക്കേണ്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അമേരിക്കൻ IT കമ്പനികളിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദേശീയ താൽപര്യത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക് 24. CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിലെ വിമർശനം. നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പ് ഉണ്ടാക്കുന്നു. പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ല എന്നും വിമർശനമുണ്ട്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ടിൽ, ഈ പ്രസീഡിയം ഉൾപ്പെടെ കാര്യങ്ങളിൽ തീരുമാനമായോ ബൽറാം? ഉന്മേഷ, പ്രസീഡിയം ഒപ്പം തന്നെ മറ്റ് കമ്മിറ്റികൾ എന്നിവ തീരുമാനിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് സമ്മേളന നഗരിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ദേശീയ കൗൺസിൽ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ആ ഒരു യോഗത്തിലായിരിക്കും ഈ പട്ടിക അന്തിമമാക്കുക. അതേസമയം ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ, റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ആത്മവിമർശനം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സംഘടനാ റിപ്പോർട്ട് എന്നുള്ളത്. പാർട്ടിക്ക് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ശക്തി ആർജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. അതിൽ പല കാരണങ്ങളും അതിൽ നിരത്തുന്നു. നേതാക്കൾ ഒരേ പദവിയിൽ തന്നെ തുടർച്ചയായി തുടരുന്നത് പാർട്ടിയിൽ മുരടിപ്പുണ്ടാക്കുന്നു എന്നുള്ള ആത്മവിമർശനമുണ്ട്. കൂടാതെ പാർലമെന്ററി വ്യാമോഹം, ഒരു വിഭാഗം നേതാക്കൾക്ക് പാർലമെന്ററി വ്യാമോഹവും പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്ന വിമർശനം ഉണ്ട്. ബഹു സമരങ്ങൾക്കൊപ്പം തന്നെ സംഘടനാ തലത്തിൽ ശക്തി ആർജിക്കണമെന്നും പാർലമെന്ററി തലത്തിൽ പാർട്ടി കരുത്ത് ആർജിക്കാനുള്ള പ്രവർത്തനം ഉണ്ടാക്കണം എന്നുമുള്ള വിമർശനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശവും ഈ റിപ്പോർട്ടിലുണ്ട്. രണ്ട് പ്രവർത്തനങ്ങളും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമാണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടി ലിംഗസമത്വത്തെക്കുറിച്ച് പറയുമ്പോഴും പാർട്ടിയിൽ അത് പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നും ചില നേതാക്കൾക്ക് ഇപ്പോഴും പുരുഷ മേധാവിത്വ പ്രവണതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SNDP യോഗം അധികാരവർഗത്തിന് പിന്നാലെ പോകുന്നുവെന്ന് CPIM നേതാവ് G. സുധാകരൻ. എല്ലാത്തിനും അന്തിമ വാക്ക് അധികാരമുള്ളവരാണെന്ന് ധരിക്കരുത്. പ്രസ്ഥാനം വളർത്താൻ നേതൃത്വമൊന്നും ചെയ്യുന്നില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. SNDP യോഗത്തിൻ്റെ തന്നെ പരിപാടികൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മവുമായിട്ട് യാതൊരു തരത്തിലും ജീവിതം കൊണ്ടൊന്നും സംഭാവന ചെയ്യാത്ത ആളുകളെല്ലാം വിളിച്ച് പ്രസ്ഥാനിപ്പിക്കുകയാണ്. അവരുടെ ജീവിതം നോക്കിയാൽ ശ്രീനാരായണ ധർമ്മവുമായിട്ട് യാതൊരു ബന്ധമില്ല. ശ്രീനാരായണ പ്രസ്ഥാനം വളർത്താൻ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഓരോ അധികാര സ്ഥാനത്തിരിക്കുകയാണ്. അധികാരി വർഗത്തിൻ്റെ പുറകെ, അധികാരമുള്ളവരുടെ പുറകെ പോകാൻ പാടില്ല. അവരെയൊക്കെ ബഹുമാനിച്ചാൽ മതി. അവിടെ അതിൻ്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം അധികാരമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരാണെന്ന് ഒരിക്കലും തെറ്റായി ചിന്തിക്കരുത്. ശ്രീനാരായണ അവരങ്ങനെ സങ്കല്പിച്ചിട്ട് പോലുമില്ല. തിരുവനന്തപുരം പാലോട് മങ്കയം പമ്പ് ഹൌസിന് സമീപത്ത് വാനരന്മാരെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. 13 കുരങ്ങുകളാണ് ചത്തത്. പ്രദേശത്ത് നിന്ന് അവശനിലയിലും നിരവധി കുരങ്ങുകളെ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചത്ത കുരങ്ങുകളെ പെരിങ്ങമല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കാരണം വ്യക്തമാകൂ. ആരെങ്കിലും വിഷം നൽകിയതാണോ എന്ന് സംശയമുണ്ട്. അസുഖം പടർന്നു പിടിച്ചതാണോ എന്നും പരിശോധിക്കും.
കൊല്ലം കോട്ടവട്ടം തുണ്ടുവിള വീട്ടിൽ ലത അന്തരിച്ചു. 57 വയസ്സായിരുന്നു. 24 സീനിയർ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രന്റെ മാതാവാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തെന്മല പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ പരിശീലനം ആരംഭിക്കാൻ അവസരം ഒരുക്കി പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1, +2 പഠനത്തിനൊപ്പം IIT, എയിംസ് ഇന്റഗ്രേറ്റഡ് എൻട്രൻസ് പരിശീലനം നടത്താം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശത്തെ സെന്ററുകളിലുമായി ഒക്ടോബർ 5-നാണ് സ്ക്രീനിംഗ് ടെസ്റ്റ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷങ്ങളിൽ +1, +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനവും വിഭാവനം ചെയ്യുന്നതാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ IIT AIIMS 2-ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് റിസർച്ച് സ്ഥാപനങ്ങളായ IIT, എയിംസ്, ഐസർ തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കാണ് പരിശീലനം നൽകുക. പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഒക്ടോബർ 5-ന് നടക്കും. 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റും ഒക്ടോബർ 5-ന് തന്നെയാണ് നടക്കുക. കേരളത്തിലെ വിവിധ ജില്ലകളിലും ബംഗളൂരു, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് ടെസ്റ്റിന് അവസരമുണ്ട്. സ്ക്രീനിംഗ് പരീക്ഷയിലെ ആദ്യ റാങ്കിന് 10 ലക്ഷം രൂപയും 2ാം റാങ്കിന് 5 ലക്ഷം രൂപയും ഉൾപ്പെടെ 20 കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പുകളും നിരവധി കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരവും ലഭിക്കും. സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റ് സ്റ്റുഡന്റ് മൈത്രി സ്കീമിൽ ഉൾപ്പെടുത്തി സ്കോളർഷിപ്പുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം. രജിസ്ട്രേഷന് വെബ്സൈറ്റ് സന്ദർശിക്കുക. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.